നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇൻസ്റ്റന്റ് ആയിട്ട് ലോൺ എടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. പുതിയ പ്രോജക്റ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ലോണ് അവൈലബിലിറ്റി കൊണ്ടുവരുന്നത്. സോ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓർക്കുക, RBI അംഗീകാരമുള്ള പുതുപുത്തൻ ലോൺ ആപ്പുകളുടെ വിവരങ്ങൾ അറിയാൻ ഞങ്ങളുടെ ലോണിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാം. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കമ്പനി ആയിരിക്കും. ലോൺ ആയിട്ടല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ലോൺ ആയിട്ടല്ല ഇവർ നിലവിൽ വന്നിട്ടുള്ളത്. ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ മണി കൺട്രോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ മണി കൺട്രോൾ? മണി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻസ് ഒരു മാഗസീൻ ആണ്. പലതരത്തിലുള്ള സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് മ്യൂച്വൽ ഫണ്ടുകൾ, ഫൈനാൻസ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വലിയ ഇന്ത്യയിലത്തെ ഒരു ടോപ്പ് എൻഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഐ തിങ്ക് റിലയൻസിന്റെ അണ്ടർ കൺട്രോളിലുള്ള ഒരു കമ്പനിയാണ് മണി കൺട്രോൾ .com ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ വലിയ കമ്പനിയാണ്. ഓക്കെ, ഇപ്പൊ റിലയൻസിന്റെ അണ്ടർ കൺട്രോളിലുള്ള ഒരു കമ്പനിയാണ്. അവരാണ് അതിന്റെ ഓണർ എന്ന് തോന്നുന്നു. സോ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ കാണാൻ പറ്റും. ഇവർ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണ്, മുംബൈ ബേസ് ചെയ്തിട്ടുള്ള. ഇവരാണ് പുതിയതായിട്ട് ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെ മണി കൺട്രോൾ പേ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റുക. ഇവരൊരു അഗ്രിഗേറ്റേഴ്സ് വഴിയാണ് ലോൺ നമുക്ക് കൊടുക്കുന്നത്. ഇവരുടെ ആൻഡ്രോയിഡ് iOS ആപ്പ് ഉണ്ട് മണി കൺട്രോൾ. അതിലൂടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 100% ഡിജിറ്റൽ ആൻഡ് ഇൻസ്റ്റന്റ് ഡിസ്ബസൽ ആൻഡ് 10.5% പെർ ആനം, 15,000 to 50 lakh, 50 ലക്ഷം വരെ നമുക്ക് കിട്ടുന്ന വലിയൊരു ലോൺ സ്കീമാണ്. ഇൻസ്റ്റന്റ് ഡിസ്ബസൽ, മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവർക്ക് മെയിൻ ആയിട്ട് കുറേ ലെൻഡേഴ്സ് ഉണ്ട്. അത് ആദ്യമായിട്ടുള്ളത് ക്രേസി ബി സർവീസസ് ലിമിറ്റഡ് ആൻഡ് പൂനവാല ഉണ്ട്, ഇൻക്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് ഉണ്ട്, SI ക്രേവ ഉണ്ട്, ആൻഡ് ബാനിക്സ് ഉണ്ട്, L&T ഉണ്ട്, ആദിത്യ ബിർള ഉണ്ട്, ഫൈബ് ഉണ്ട്, ക്രെഡിറ്റ് സൈസ് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്. ഇപ്പൊ എല്ലാ കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെയൊക്കെ ഓരോ കമ്പനികളുടെയും കസ്റ്റമർ കെയർ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. DLA പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ മണി വ്യൂ ലിമിറ്റഡ് ആൻഡ് ഡ്രീമിംഗ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ രണ്ട് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് പേഴ്സണൽ ലോണിന്റെ കേസിലാണ്. അപ്പൊ ഇവർ വഴിയാണ് ഇവർ ലോൺസ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, മണി കൺട്രോൾ ആപ്പ് ഗെറ്റ് ഇൻസ്റ്റന്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. QR കോഡ് സ്കാൻ ചെയ്യാം. അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. 022 697 16161. മണി കൺട്രോൾ പേ NW18.com. ന്യൂസ് 18 ആണ്. ന്യൂസ് 18 റിലയൻസ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ന്യൂസ് 18. അപ്പോൾ അവരുടെ തന്നെയാണ് മണി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ആൻഡ്രോയിഡ് iOSും ആപ്പ് അവൈലബിൾ ആണ്. EMI സ്റ്റാർട്ട്സ് 999 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാൽക്കുലേറ്റ് EMI എന്ന് പറഞ്ഞ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് EMI കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് ലോൺ എടുക്കുന്ന എമൗണ്ട്, മാസത്തെ അടവ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ 12% ഇൻട്രസ്റ്റ് എങ്കിൽ 6 മാസത്തേക്ക് നമുക്ക് വരുന്ന ഡീറ്റെയിൽ ആണ് കാര്യങ്ങൾ കാണുന്നത്. 12% ഇൻട്രസ്റ്റ് റേറ്റിൽ 1,30,350. ഇനിയിപ്പോൾ നമുക്കതൊരു 60 മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1,33,000 രൂപയായിട്ട് നമുക്ക് മാറും. അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനിയാണ്. വലിയൊരു കമ്പനി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. കാരണം വളരെ പ്രൊഫഷണൽ മാത്രമേ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഡീല് ചെയ്യാറുള്ളൂ. ഈ ഒരു സൈഡിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞൊരു കുറെ കാര്യം കാണാൻ പറ്റും. എബൌട്ട് അസിനകത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ സെബി രജിസ്ട്രേഷൻ നമ്പറും ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവരുടെ iOS ആൻഡ്രോയിഡ് ആപ്പിൽ തന്നെ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഡിജിറ്റൽ ലെൻഡിങ് ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മണി കൺട്രോൾ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ആപ്പ് കാണാൻ പറ്റും. ഇതാണ് ഈ ആപ്പ്. ഈ ആപ്പിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ലോൺ കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങൾ കാണിക്കും. കണ്ടോ ഇവിടെ ഇതിനകത്ത് കണ്ടോ, ഇൻട്രൊഡ്യൂസിങ് ഇൻസ്റ്റന്റ് ലോൺ അപ് ടു 15 lakhs, 15 ലക്ഷം എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ. അപ്പോൾ ഇവരെ ആപ്പിനകത്ത് തന്നെ ലോൺ എടുക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ എടുക്കാം. 1 കോടി ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്പാണ്. ഇതെവിടെ ന്യൂസ് 18 ആണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. സോ ജെന്യൂൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, അടിപൊളിയായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. മണി കൺട്രോൾ എന്നാണ് പേര്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക. ഓർക്കുക, ഇതുപോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പുകളുടെ വിവരങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലരും ലോൺ അപ്രൂവ് ആയി ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് SMS കോള്, വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഇഗ്നോർ ചെയ്യുക. പലപ്പോഴും നമ്മൾ ട്രാപ്പിൽ പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട RBI അംഗീകാരം ഉണ്ടോ, ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതേപോലെ തന്നെ കമന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നല്ല കമ്പനിയാണോ എന്ന് നോക്കുക. ലോണിന്റെ എഗ്രിമെന്റ് വായിച്ചു നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ലോൺ എടുക്കുക. നമുക്ക് തിരിച്ചടക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. അല്ലാതെ വെറുതെ നമ്മൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും എടുക്കാതിരിക്കുക.
നമുക്ക് അത്യാവശ്യം വേറെ ഒരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. കൃത്യമായിട്ട് പേയ്മെന്റ് ഓരോ മാസം കൃത്യമായിട്ട് EMI അടക്കണം. അല്ലെങ്കിൽ ഒരുപാട് കടത്തിന് മേളിൽ കടമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും. ലോൺ അത്യാവശ്യമാണ്, എല്ലാവരും ലോൺ എടുക്കാറുണ്ട്, ഇവൻ നമ്മുടെ സർക്കാർ പോലും ലോൺ എടുക്കാറുണ്ട്. പക്ഷേ തിരിച്ചടക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് നമ്മളൊരു ട്രാപ്പായിട്ട് മാറുമെന്നതിൽ തർക്കമില്ല. നിങ്ങൾക്ക് ഈ ഒരു ലോൺ ആപ്പിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ലോൺ ആപ്പുകളുണ്ട്, വരും ദിവസങ്ങൾ എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലോണുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് വിനി ഷോണി സൈനിങ് ഓഫ്. ബൈ.